Hey there guys, welcome back to Trade Logics. ഇന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി പരിചയപ്പെടാം. അതുപോലെ തന്നെ എൻ്റെ ലോസ് റിക്കവറിയിൽ നിന്ന് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും കൂടെയാണിത്. നമുക്ക് എങ്ങനെ അതിനെ നമുക്ക് ഡീകോഡ് ചെയ്യാൻ നോക്കാം. മാർക്കറ്റ് അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഡെയിലി ക്യാൻഡിൽ തന്നെ യൂസ് ചെയ്യുക. അതായത് വലിയ ക്യാൻഡിലോട്ട് പോകുന്നതോറും വലിയ ടൈം ഫ്രെയിമിലോട്ട് പോകുന്നതോറും നമുക്ക് ആക്യുറസി കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് വലിയ ടൈം ഫ്രെയിമിലോട്ട്, അതായത് ഡേ ക്യാൻഡിൽ, വീക്ക് ക്യാൻഡിൽ, മന്ത് ക്യാൻഡിൽ, ഈ 3 ക്യാൻഡിൽ നമുക്ക് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. വീക്കെൻഡിൽ നമുക്കത് അനലൈസ് ചെയ്ത് അതിൽ മാർക്ക് ചെയ്ത് വയ്ക്കേണ്ട ആവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ലെവൽസൊക്കെ വരുമ്പോഴേക്കും ഡെഫിനറ്റായിട്ട് അവിടെ റെസ്പെക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ സ്ട്രാറ്റജിയിലോട്ട് കടക്കാം. ആദ്യം നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി പറഞ്ഞുതരാം. സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ OHLC, അതായത് ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ്. ഈ 4 റീജിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്ട്രാറ്റജിയെ സംബന്ധിച്ചിടത്തോളം. അതായത് പ്രീവിയസ് ഡേ ഈ 4 പോയിൻറ്റും മാർക്ക് ചെയ്യുക ആദ്യം. അതായത് ഇപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റി എടുക്കാം. നിഫ്റ്റിയിൽ ഇതൊക്കെ കുറച്ച് മുന്നേ ഞാൻ വരച്ച പോയിൻറ്റ്സ് ആണ്. സോ വിൽ ഡിലീറ്റ് ഓൾ ദീസ്. അതായത് നമുക്ക് ഡേ ബിഫോർ എസ്റ്റർഡേയുടെ കാര്യം എടുക്കാം. ഡേ ബിഫോർ എസ്റ്റർഡേയുടെ ഹൈ മാർക്ക് ചെയ്യുക, ഡേ ബിഫോർ എസ്റ്റർഡേയുടെ ക്ലോസ് മാർക്ക് ചെയ്യുക, ഓപ്പൺ മാർക്ക് ചെയ്യുക, ഡേ ബിഫോർ എസ്റ്റർഡേയുടെ ക്ലോസ് മാർക്ക് ചെയ്യുക, ഡേ ബിഫോർ എസ്റ്റർഡേയുടെ ലോ മാർക്ക് ചെയ്യുക. സി ഗൈസ്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പോയിൻ്റൊക്കെ വരുമ്പോൾ അത് റെസ്പെക്റ്റ് ചെയ്യും എന്നുള്ള ധാരണയിൽ നമ്മൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അതായത് നമുക്ക് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോയിട്ട് ഒന്ന് നോക്കാം. മാർക്കിംഗ് എല്ലാം ഷുഡ് ബി ഇൻ ഹയർ ടൈം ഫ്രെയിം, അതിൻ്റെ ട്രേഡ് ഷുഡ് ബി ഇൻ ലോവർ ടൈം ഫ്രെയിം. ഇത് ഈ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് അതൊന്ന് നോക്കുക. മാർക്കിങ്സ് നമുക്ക് എക്സാക്ട്ലി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിലോട്ട് വന്നിട്ട് നമുക്കതിൽ മാർക്കിംഗ് എടുക്കുന്നതായിരിക്കും. ഹയർ ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്യുക, എന്നിട്ട് ലോവർ ടൈം ഫ്രെയിമിൽ അഡ്ജസ്റ്റ് ചെയ്യുക. എങ്കിലേ അതിന് കുറച്ച് ആക്യുറേറ്റ് ആവുള്ളൂ. അതായത് പ്രീവിയസ് ഡേ കണ്ടായിരുന്നു, നമുക്ക് വരച്ച പോയിൻ്റ് ഇങ്ങ് താഴെ വന്നിട്ടുണ്ടായിരുന്നു. നോക്കിയേ, കണ്ടോ, ഇങ്ങ് താഴെ ആയിരുന്നു ഞാൻ ആദ്യം നമ്മൾ ടൈം ഫ്രെയിമിൽ വരച്ചിട്ടുണ്ടായത്. ആ സംഭവം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കണ്ടോ, ഇവിടെയാണ് ക്ലോസ് വരിക, പ്രീവിയസ് ഡേ ക്ലോസ് ഈ ഹൈ പോയിൻറ്റിലാണ് വരിക. അതുപോലെ തന്നെ ഈ പോയിൻ്റ് താഴോട്ട് വെക്കുക. ഓക്കെ, ഓപ്പൺ ചെയ്ത പോയിൻ്റ് കറക്റ്റാണ്. അതുപോലെ തന്നെ ഹൈ പോയിൻറ്റിൽ കുറച്ചൊന്ന് താഴോട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇപ്പം റെഡിയാണ് സംഭവം. ഇനി നമ്മുടെ ട്രേഡിങ്ങിൻ്റെ രീതിയിലോട്ട് കിടക്കാം. എന്താ ട്രേഡിംഗ് എന്ന് വെച്ചാൽ, പ്രീവിയസ് ഡേ ക്ലോസ് ലോ, ആ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് ഡേ ലോ വിത്ത് വോളിയത്തിൽ നമുക്കത് ബ്രോക്ക് ആയിട്ടുള്ളത് കാണാം. ഇവിടെയല്ല, നമുക്ക് അത് സെർച്ച് ചെയ്യാനായിട്ട് we should go back. കണ്ടായിരുന്നോ, പ്രീവിയസ് ഡേ ലോ എല്ലാം ഒരു വോളിയത്തോടെ തന്നെയാണ് ബ്രോക്കായി കയറി വന്നിരിക്കുന്നത്. S3 ഒക്കെ ലോ ഹൈ വോളിയത്തിലാണ് കയറിയിട്ടുള്ളത്. സോ അത് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. വീണ്ടും ആ ഒരു പോയിന്റിലൊരു റേഞ്ച് ഉണ്ടാക്കി, റേഞ്ച് ബ്രേക്കായി ഹൈ വോളിയത്തിൽ അങ്ങ് മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് സ്പോട്ട് ചാർട്ടാണ്. നമുക്ക് വോളിയം പോപ്പപ്പ് ചെയ്യുന്നത് ഫ്യൂച്ചറിലാണ്. ഫ്യൂച്ചറും നമ്മൾ രണ്ട് ചാർട്ടും നമുക്ക് ബൈ സൈഡായിട്ട് വയ്ക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് അടുത്ത ലെവലിലോട്ട് പോവാം. ഈ നമ്മുടെ ക്ലോസ് ലെവലിൽ ഇത് ലോ ലെവലാണ്. ലോ ലെവലിൽ ബ്രോക്കായി വീണ്ടും റീടെസ്റ്റ് എടുത്തപ്പം നമുക്ക് ഹെവി ആയിട്ടൊരു എൻട്രി ഉണ്ട്. അത് ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് എൻട്രി ചെയ്യാവുന്നതാണ്, കാരണം സസ്റ്റെയിൻ ആവുന്നുണ്ട്. അതിൻ്റെ ലോ വീണ്ടും ബ്രോക്ക് ആവുന്നില്ല, എൻട്രി എടുക്കാം. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ടാർഗറ്റ് വയ്ക്കാൻ പറ്റുന്നത് സിറ്റുവേഷൻ, ഇത് സ്കാൽപ്പർ സിറ്റുവേഷനിൽ നിന്ന് മാറി ഒരു മോഡറേറ്റ്ലി നമ്മൾ പൊസിഷൻ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ നെക്സ്റ്റ് ലെവൽ എത്തുമ്പോഴേ ഇത് സെൽ ഔട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ബ്രോക്കായ സിറ്റുവേഷനിൽ
ബ്രോക്കായി ഇങ്ങനെ സസ്റ്റെയിനായി നിൽക്കുന്ന സിറ്റുവേഷനിൽ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് കൂടെ ഒന്ന് അനലൈസ് ചെയ്യുക, എന്നിട്ട് ഡിസിഷൻ എടുക്കുക. പ്രോപ്പറായിട്ട് എൻട്രി കിട്ടും. അടുത്ത എൻ്റെ ട്രേഡ് ഇവിടെ ആയിരുന്നു. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ലെവൽ ഇവിടെ വെച്ച് ബുക്ക് ചെയ്തു. കാരണം ഇവിടെ സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസിൽ ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഞാനത് ഇവിടെ ബുക്ക് ചെയ്തു. താഴോട്ട് അടുത്ത ട്രേഡ് പ്ലാൻ ചെയ്യേണ്ട സമയമായിരുന്നു ഇത്. അപ്പോഴേക്കും ഞാൻ ഗ്ലോബൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നോക്കിയപ്പോഴേക്കും നെഗറ്റീവിൽ നിന്ന് നല്ല രീതിക്ക് അത് ബൂമാവുന്നുണ്ടായിരുന്നു. സോ ഞാനത് ആ ഒരു പോസിബിലിറ്റി കൺസിഡർ ചെയ്തില്ല. നെക്സ്റ്റ് ഈ ലെവലിൻ്റെ ഹൈ ബ്രോക്ക് ആയപ്പോൾ വീണ്ടും അടുത്തൊരു എൻട്രി എനിക്കുണ്ട്. അപ്പോൾ പ്രീവിയസ് ഡേ ഹൈ ലോ ക്ലോസ് എല്ലാം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ ഈ ഒരു കാറ്റഗറി അനുസരിച്ച് നമുക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇവിടെ അങ്ങ് വരേണ്ടത് 22,200 ആ ലെവലിലോട്ട് റെസിസ്റ്റൻസ് വരേണ്ടതാണ്. അതിന് മുമ്പ് ഒരു എല്ലാ സ്വിങ്ങും നമ്മൾ അനലൈസ് ചെയ്യുക. പ്രീവിയസ് ഡേ സ്വിങ്സ് നോക്കുക, പ്രീവിയസ് വീക്കിലുള്ള സ്വിങ്സ് അനലൈസ് ചെയ്യുക. അപ്പോൾ ഈ സ്വിങ്സ് ബ്രോക്ക് ആകുമ്പോഴേക്കും സ്വിങ്സിൻ്റെ താഴെയും മുകളിലും നമുക്ക് ആവശ്യത്തിലധികം ലിക്വിഡിറ്റി ഉണ്ടാകും. ലിക്വിഡിറ്റി മീൻസ് നമുക്ക് ഒത്തിരി ബൈയും സെല്ലും ഓർഡർ ഒത്തിരി ഇവിടെ ഉണ്ടാവും ഈ രണ്ട് പോർഷനിൽ. അതായത് ക്ലോസിൻ്റെ പ്രീവിയസ് ഡേ ഹൈ ക്ലോസ് ലോ അവിടെയൊക്കെ ലിക്വിഡിറ്റി ഒത്തിരി ഉണ്ടാവും. പെൻഡിങ് ഓർഡറായിട്ട് ആൾക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാവരും അവിടെ ആ ഒരു റീജിയണിൽ ഒത്തിരി ഓർഡേഴ്സ് വെച്ചിട്ടുണ്ടാവും. അതാണ് ആ ബ്രോക്ക് ആകുമ്പോഴേക്കും ഹെവി ആയിട്ട് അത് ബൈ ക്വാണ്ടിറ്റി ആക്റ്റീവ് ആകും, അല്ലെങ്കിൽ സെൽ ക്വാണ്ടിറ്റി ആക്റ്റീവ് ആകുമ്പോഴേക്കാണ് ഹെവി മൊമെൻറ്റം നടക്കുന്നത്. ലിക്വിഡിറ്റിയിലുള്ള തോട്ട് മാർക്കറ്റ് മൂവ് ആയിട്ട് തിരിച്ച് ലിക്വിഡിറ്റി ഇല്ലാത്ത ഭാഗങ്ങളിലോട്ട് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് മൂവ്മെൻറ്റ് നടക്കും. ലിക്വിഡിറ്റിയാണ് മാർക്കറ്റിൻ്റെ ഓക്സിജൻ എന്ന് വെച്ചാൽ. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് ആ ഒരു കോൺസെപ്റ്റിൽ ചിന്തിച്ച് ട്രേഡ് എടുക്കുക. അപ്പോൾ ട്രേഡിങ് ജേണിയിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് എല്ലാവർക്കും വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ട്രേഡിങ് ഗൈസ്, ബൈ.